ഹലോ മക്കളെ, 7 മാർക്കിന് റൈറ്റപ്പിൻ്റെ ഒരു ചോദ്യം നിങ്ങളുടെ പേപ്പറിലുണ്ടാവും. പക്ഷേ അത് ഏത് ചാപ്റ്റർ നിന്നാണ് വരിക എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മക്കളെ. റൈറ്റപ്പ് പ്രഡിക്ഷൻ ഫോർ 7 മാർക്ക്. ഓക്കെ, അപ്പം ഇതിൻ്റെ മുൻപുള്ള പ്രഡിക്ഷൻ വീഡിയോ കാണാത്തവരെല്ലാവരും കാണുക. ഓൾസോ നെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തിൻ്റെ പ്രഡിക്ഷൻ വീഡിയോ ആണ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വെറുതെ അങ്ങോട്ട് പ്രഡിക്ഷൻ അല്ല ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷയിൽ ഓൾറെഡി വന്ന ഏതൊക്കെയാണ് നമ്മൾ നോക്കും, എന്നിട്ട് ഒരു കാൽക്കുലേറ്റഡ് പ്രഡിക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാത്തതിൽ ഒരു അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പണി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും വന്നുള്ള എല്ലാ റൈറ്റപ്പുകളും ഞാൻ ഈ ടേബിളിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 2024 പേപ്പറിൽ മാത്രം ചോദിച്ചിട്ടില്ല, 2022 ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടില്ല. ഓക്കെ, അതിൽ റിവ്യൂ ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ റിവ്യൂവിൻ്റെ വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 ഈ വർഷത്തെ മോഡൽ എക്സാമിന് വന്ന പ്രൊജക്ട് ടൈഗർ എന്നുള്ള ആനിമൽസിനെ ഫിലിം ചെയ്യുന്നതിനുള്ള ചലഞ്ചസിനെ പറ്റിയുള്ള റൈറ്റപ്പാണ് വന്നത്. ഓക്കെ, അത് മോഡൽ എക്സാമിന് വന്നത്. ഇത് പബ്ലിക് എക്സാമിന് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. 24 വന്നില്ല, പക്ഷേ റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. റിവ്യൂ റൈറ്റപ്പ് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് കേട്ടോ. 23 നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചേഴ്സിൻ്റെ ബാനിയൻട്രിയിൽ ബോയിൻ്റെ നേച്ചറുമായിട്ടുള്ള കണക്ഷന് ബേസ്ഡ് ആയിട്ടാണ് വന്നത്. അതേസമയം അതിൻ്റെ മോഡലിൽ വന്നു സെയിം ആണ്. അപ്പോൾ മോഡലിൽ വന്ന് പബ്ലിക്കിൽ വരില്ല എന്ന് പറയാൻ നമുക്ക് 100% വരില്ല, കാരണം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനിമേ 2022 നമ്മൾ മോഡലിൽ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ കൈൻഡ്നെസ്സും അതുപോലെ അത് തരുന്ന ഹാപ്പിനെസ്, അതിനെ പറ്റിയിട്ട് റൈറ്റപ്പാണ് ചോദിച്ചിരിക്കുന്നത്. 2021 പ്രൊജക്ട് ടൈഗറിലെ വീണ്ടും ആനിമൽസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അതായത് ഈ വർഷത്തെ മോഡലിൽ ചോദിച്ച അതേ സാധനം തന്നെയാണ് 2021 പബ്ലിക്കിൽ ചോദിച്ചത്. പിന്നെ ആ വർഷത്തെ മോഡലിൽ ചോദിച്ചത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ കൈൻഡ്നെസ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, നമ്മുടെ പ്രൊജക്ട് ടൈഗറിലെ ചലഞ്ചസ് ഇൻ ആനിമൽ ഫിലിമിങ്, അത് ആനിമൽസിനെ കൊണ്ട് ഫിലിം ചെയ്യുന്നതിലെ ചലഞ്ചസ്, അത് ഹോളിവുഡിൽ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, ആ ഒരു സാധനം അത് റൈറ്റപ്പിൽ വയ്ക്കാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. പിന്നെ ചാൻസ് ഉള്ള ഏതാണ് മക്കളെ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ കൈൻഡ്നെസ് എങ്ങനെയാണ് ആ ക്വാളിറ്റി നമുക്ക് ഹാപ്പിനെസ് തരിക എന്നുള്ള ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതും കഴിഞ്ഞൊരു ചാൻസ് ഉള്ള ഏതാണ് മക്കളെ, അഡ്വഞ്ചേഴ്സിൻ്റെ ബാനിയൻട്രിയിലെ. ഇനി ഇതിലേതാണ് വരിക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, കാരണം ഏതാണ്ട് എല്ലാത്തിനും ഈ 3 എണ്ണത്തിനും ഒരേ ചാൻസ് ആണ്. സോ ഏറ്റവും ബുദ്ധിയുള്ള കാര്യം എന്താണ്, ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം എന്താണ് മക്കളെ, ഈ 3 എണ്ണം എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ആ കൈൻഡ്നെസ്സിൻ്റെ സംഭവം, പിന്നെ പ്രൊജക്ട് ടൈഗറിലെ ആനിമൽസിനെ വെച്ചിട്ട് ഫിലിം ചെയ്യുന്നതിന് ചാലഞ്ചസും അതൊക്കെ എങ്ങനെയാണ് ഹോളിവുഡ് ചെയ്യുക എന്നുള്ള സംഗതി, ആൻഡ് ഓൾസോ അഡ്വഞ്ചേഴ്സിലെ ആ ബാനിയൻ ട്രീയും ബോയും ബാനിയൻ ട്രീയും നേച്ചറുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, ഇതിനൊന്ന് പഠിച്ചു വെച്ചോളൂ. സാർ ഇതിൻ്റെയൊക്കെ ആൻസർ ഇപ്പം എങ്ങനെയാണ് പഠിക്കുക, ചോദ്യം മനസ്സിലായി, 3 എണ്ണം പഠിക്കണമെന്ന്. ആൻസർ എങ്ങനെ പഠിക്കുക മക്കളെ, നാളെ വൈകുന്നേരം നമ്മുടെ ഡിസ്കോസിൻ്റെ ലൈവിൽ കയറി വരിക. അതിൽ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഡിസ്കോസും നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. നരേറ്റീവ്, പ്രൊഫൈല്, ഡയറി എൻട്രി എല്ലാം പഠിപ്പിക്കുന്നതായിരിക്കും. അതിനോട് റൈറ്റപ്പും പഠിപ്പിക്കുന്നതായിരിക്കും. ആ റൈറ്റപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സാമ്പിൾ ഉപയോഗിക്കാൻ പോകുന്ന ഏതായിരിക്കും, ഈ വരാൻ ചാൻസ് ഉള്ള ഈ 3 എണ്ണം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ നാളെ പഠിപ്പിക്കും. ആൻസർ മാത്രം പഠിച്ചാൽ പോരാ, നമുക്കതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, റൈറ്റപ്പിന് ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലും കൂടി എഴുതിയാലേ ഈ പറഞ്ഞ 7 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും മക്കളെ. അപ്പോൾ അതിനുവേണ്ടി നാളത്തെ ലൈവിൽ നിങ്ങൾ വരണം. അപ്പോൾ ഈ 3 റൈറ്റപ്പ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. 99% ഇതിലേതെങ്കിലും ഒന്ന് വരാനാണ്. ഇതിലേതെങ്കിലും ഒന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്തോളൂ ഏതായിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ വരിക ഈ 3 എണ്ണത്തിൽ. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയിലല്ല, ലൈവിൽ കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.